അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഫുഫയുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് അതിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഷീ വെൻറ്റ് എ ലോങ് വേ മെനി സ്ട്രീറ്റ്സ് ഓവർ ടു അനദർ പാർട്ട് ഓഫ് ദ നൈബർഹുഡ്. എന്താണ്, ഫൂഫി കുറേയധികം ദൂരം കടന്നുപോയി. അവൾ മതിൽ ചാടി എന്താണ് അവരുടെ ആ ഒരു പർട്ടിക്കുലർ ഏരിയ തന്നെ വിട്ട് വേറൊരു നൈബർഹുഡിലേക്ക് തന്നെ എത്തി. ദെൻ ഷീ വെൻറ്റ് അപ്പ് to this other house and jumped over their wall and into their backyard. What the hell was doing? I went up to the gate and rang the doorbell. A kid answered. എന്താണ്, അപ്പോൾ ഫൂഫി എന്താ ചെയ്യണേന്ന് പോലും ആർക്ക് മനസ്സിലാവുന്നില്ല. ട്രെവർ നോവയ്ക്ക് മനസ്സിലാവുന്നില്ല. ഫൂഫി എന്താണ് വേറൊരു വീടിൻ്റെ മതിൽ ചാടി അവരുടെ ബാക്കിൽ മുറ്റത്ത് എത്തി. അപ്പോൾ എന്താണ് വേഗം തന്നെ നമ്മുടെ ട്രെവർ നോവ എന്ത് ചെയ്ത് ആ വീട്ടിലേക്ക് പോയി അവരുടെ ബെല്ലടിച്ചു. അപ്പോൾ എന്താണ് ഒരു കുട്ടി പുറത്തേക്ക് വന്നു. മേ ഐ ഹെൽപ്പ് യു, ഹി സെഡ്. യാ, മൈ ഡോഗ് ഈസ് ഇൻ യുവർ യാർഡ്. അപ്പോൾ എന്താണ് ഓട്ടോമാറ്റിക്കലി എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ട്രെവർ നോവ പറഞ്ഞെന്താണ്, എൻ്റെ നായ്ക്കുട്ടി നിങ്ങളുടെ യാർഡിലുണ്ടെന്ന് പറഞ്ഞു. വാട്ട്, മൈ ഡോഗ് ഷീസ് ഇൻ യുവർ യാർഡ്? എൻ്റെ നായ നിൻ്റെ ഷീസ് ഇൻ യുവർ യാർഡ് എന്താണ് നിങ്ങളുടെ യാർഡിൻ്റെ മുറ്റത്തോ എന്താണെന്ന് ആര് ചോദിക്കുകയാണ്? ട്രെവർ നോവ ചോദിക്കുകയാണ്. ഫൂഫി വാക്ക്ഡ് അപ്പ് ആൻഡ് സ്റ്റുഡ് ബിറ്റ്വീൻ അസ്. അപ്പോൾ ഫൂഫി എന്താണ് ഇവർ രണ്ടുപേരും കണ്ടിട്ട് എന്താണ് ഇവർ രണ്ടുപേരും നടുക്ക് വന്ന് നിൽക്കുകയാണ്, ആ കുട്ടിയുടെയും ട്രെവർ നോവയുടെ അടുത്ത്. ഫൂഫി കം, ഐ സെഡ്, ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മുടെ ഓദർ പറയുന്നത് വായോ നമുക്ക് പോവാം. This kid looked at Fufi and called her by some other stupid name. അപ്പോൾ എന്താണ് ആ കുട്ടി ഫൂഫിനെ വേറെ എന്തൊക്കെ പേരുകൾ വിളിക്കുന്നുണ്ടായിരുന്നു. സ്പോട്ടി, ഗോ ബാക്ക് ഇൻസൈഡ് ദ ഹൗസ് എന്നാണ് സ്പോട്ടി എന്നാണ് നമ്മുടെ ഫൂഫീനെ ആ ഒരു കിഡ് വിളിക്കുന്നുണ്ടായിരുന്നത്. ഓ ഐ സെഡ് സ്പോട്ടി, ദാറ്റ്സ് ഫൂഫി. നോ, ദാറ്റ്സ് മൈ ഡോഗ് സ്പോട്ടി. നോ, ദാറ്റ്സ് ഫൂഫി മൈ ഫ്രണ്ട്. അപ്പം എന്താണ് ട്രെവർ നോവയും ആ ഒരു കുട്ടിയും കൂടിയാണ് തമ്മിൽ ആർഗ്യുമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. അതെൻ്റെ നായ്ക്കുട്ടിയാണ്, അപ്പോൾ ഇവിടെ ആരാ പറയുന്നത്, അതെൻ്റെ സ്പോട്ടിയാണ്, ഇതെൻ്റെ ഫൂഫിയാന്ന് പറഞ്ഞ് രണ്ടുപേരും തല്ലിടാൻ തുടങ്ങി. How could this be sporty? She doesn't even have sports. You don't know what you are talking about. അപ്പം ഓദർ പറയാണ് അവളുടെ മേത്തൊരു തരി ഡോട്ട്സ് പോലും. പിന്നെ എങ്ങനെ നിങ്ങൾ ഈ ഫൂഫിനെ സ്പോട്ടി എന്ന് വിളിക്കുന്നത്? ദിസ് ഇസ് സ്പോട്ടി, ഫൂഫി, സ്പോട്ടി, ഫൂഫി. അപ്പം രണ്ടുപേരും നല്ല ആർഗ്യുമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യണം. ഓഫ് കോഴ്സ്, സിൻസ് ഫൂഫി വാസ് ഡഫ്, ഷീ ഡിഡൻറ്റ് റെസ്പോണ്ട് ടു സ്പോട്ടി ഓർ ഫൂഫി. സത്യത്തിൽ എന്താണ് ആക്ച്വലി ഫൂഫി ഡഫായിരുന്നു. ഫൂഫി സ്പോട്ടിന്ന് വിളിച്ചാലും ഫൂഫിന്ന് വിളിച്ചാലും ഫൂഫിക്ക് യാതൊരു കുലുക്കില്ല. ഫൂഫി ആ നിൽക്കുകയാണ്. ഷീ ജസ്റ്റ് സ്റ്റുഡ് ദ. ഐ സ്റ്റാർട്ടഡ് കേഴ്സിങ് ദ കിഡ് ഔട്ട്. അപ്പോൾ എന്നാൽ നമ്മുടെ ഓദറിനെ സംബന്ധിച്ചെന്ന് ഫൂഫി എന്ന് പറഞ്ഞാൽ അത്രയും പ്രഷ്യസ് ആയി ആ ഒരു റിലേഷൻഷിപ്പായിരുന്നു അവനും ഫൂഫിയും തമ്മിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഓദർ എന്താണ് പിന്നെ ആ ഒരു കുട്ടീനെ കേഴ്സ് ചെയ്യാൻ തുടങ്ങി, ശപിക്കാൻ തുടങ്ങി. ഗീവ് മീ ബാക്ക് മൈ ഡോഗ്, ഐ ഡോണ്ട് നോ ഹൂ യു ആർ, ഹി സെഡ്, ബട്ട് യു ബെറ്റർ ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ. അപ്പോൾ എന്താണ് എൻ്റെ നായ്ക്കുട്ടീനെ തരാൻ വേണ്ടി നമ്മുടെ ഓദർ കുറേ പറയുന്നുണ്ട്. ലാസ്റ്റ് നമ്മുടെ ആ കിഡ് എന്താ പറയുക, നീ ഇവിടുന്ന് പോവുകയാണ് നിനക്ക് നല്ലത്. ദെൻ ഹി വെൻറ്റ് ഇൻ ടു ദ ഹൗസ് ആൻഡ് ഗോട്ട് ഹിസ് മോം ആൻഡ് ഷീ കെയിം ഔട്ട്. എന്താണ് ആ കുട്ടി വീണ്ടും അകത്ത് പോയിട്ട് അവൻ്റെ അമ്മേനെ കൊണ്ടുവരാണ്. വാട്ട് ഡു യു വാണ്ട്, ഷീ ആസ്ക്. ദാറ്റ്സ് മൈ ഡോഗ്. അപ്പോൾ എന്താണ് നിനക്ക് എന്താ വേണ്ടത്? അപ്പോൾ ഫൂഫി എൻ്റെ നായ്ക്കുട്ടിയാണെന്ന് ആര് പറയണം? ട്രെവർ നോവ പറയണം. ദിസ് ഈസ് അവർ ഡോഗ്, ഗോ അവേ എന്താണ്. അപ്പോൾ ആ ലേഡി അടക്കം എന്താണ് ഇത് എൻ്റെ നായ്ക്കുട്ടിയാന്ന് പറഞ്ഞിട്ട് ആരെ പറഞ്ഞയക്കുകയാണ്? ട്രെവർ നോവേനെ പറഞ്ഞു വിടാണ്. ഐ സ്റ്റാർട്ടഡ് ക്രൈയിങ്, വൈ ആർ സ്റ്റീലിങ് മൈ ഡോഗ്, ഐ ടേൺ ടു ഫൂഫി ആൻഡ് ബഗ്ഡ് ഹെർ. എന്താണ് ലാസ്റ്റ് നമ്മുടെ ഓദർ എന്താണ് ഭയങ്കരമായിട്ട് കരച്ചിൽ തുടങ്ങി. എന്തിനാ നീ എൻ്റെ നായ്ക്കുട്ടീനെ കട്ടെടുക്കുന്നത്? ഫൂഫിയെ ബഗ് ചെയ്ത് തുടങ്ങി. ഫൂഫി എൻ്റെ ഒപ്പം വായോ? ഫൂഫിയെ അവനെ തിരിച്ചറിയുന്നില്ല. ഫൂഫി ഡഫായ കാരണം അവൻ പറയുന്നതാണ് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഫൂഫി, വൈ ആർ ഡൂയിങ് ദിസ് ടു മീ? വൈ ഫൂഫി, വൈ? ഐ കോൾഡ് ഹെർ, ഐ ബഗ്ഡ് ഹെർ ടു കം. ഫൂഫി വാസ് ഡെഫ് ടു മൈ പ്ലീസ് മീൻസ് റിക്വസ്റ്റ് ആൻഡ് എവറിത്തിങ് എൽസ്. എന്താണ് ഫൂഫി നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഫൂഫി നീ ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ അവളെ കുറേ തവണ വിളിച്ചു, അവളോട് യാചിച്ചു, പക്ഷെ ഫൂഫി ഡഫായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ പറയുന്ന റിക്വസ്റ്റിനോട് ഒന്നും അവൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഐ ജംപ്ഡ് ഓൺ ടു മൈ ബൈക്ക് ആൻഡ് റേസ്ഡ് ഹോം, ടിയേഴ്സ് റണ്ണിങ് ഡൗൺ മൈ ഫേസ്. എന്നാണ് ഞാൻ വേഗം എൻ്റെ സൈക്കിൾ എടുത്ത് വേഗം എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയി. I loved Fufi so much. To see her with another boy acting like she didn't know me after I raised her, after all the nights we spent together, I was heartbroken. എന്താണ് ഫൂഫീനെ നമ്മുടെ ഓദറിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഫൂഫി വേറൊരു ആളുടെ ഒരു നായ്ക്കുട്ടിയാണെന്ന്, അതുപോലെ തന്നെ അവൾക്ക് എന്നെ അറിയില്ല എന്ന് പറഞ്ഞ് ബിഹേവ് ചെയ്യുമ്പോൾ എന്നാണ് നമ്മുടെ ട്രെവർ നോവയ്ക്ക് ഭയങ്കരമായിട്ട് ഒരു വിഷമമായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഫൂഫിയെ നോക്കിയതും ഫൂഫിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തതായിരുന്നു നമ്മുടെ ട്രെവർ നോവയായിരുന്നു.
അവർ രണ്ടുപേരും ഒരുമിച്ച് കുറേ നൈറ്റ്സ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, കുറേയധികം മെമ്മറീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ട്രെവർ നോവയെ വെച്ച് നോക്കുമ്പോൾ എന്താണ്, ട്രെവർ നോവയ്ക്ക് ഈ മൊമെൻറ്റ്സ് ഒക്കെ എന്താണ് വളരെ എക്സ്ട്രീമിലി സാഡാക്കി മാറ്റി. ആര്? നമ്മുടെ ഓദറിന്. ദാറ്റ് ഈവനിങ് ഫൂഫി ഡിഡൻറ്റ് കം ഹോം. ആ ഒരു ഉച്ചതിരിഞ്ഞ് എന്താണ് നമ്മുടെ ഫൂഫി വീട്ടിലേക്ക് തിരിച്ചു വന്നില്ല. അല്ലെങ്കിൽ എന്താണ്, ആസ് യൂഷ്വൽ അവൾ എല്ലായിടത്തും കറങ്ങി നടന്ന് എന്താണ് ഒരു ഈവനിങ് ടൈം അവർ തിരിച്ചു വരുന്ന സമയത്ത് അവർ വീടിൻ്റെ ഫ്രണ്ടിലെ ഗേറ്റിൽ വന്നിരിക്കുകയാണ്. പക്ഷേ ഇന്ന് അവൾ തിരിച്ചു വന്നില്ല. ബിക്കോസ് ദി അതർ ഫാമിലി തോട്ട് ദാറ്റ് ഐ വാസ് കമ്മിങ് ടു സ്റ്റീൽ ദെയർ ഡോഗ്. They had decided to lock her inside, so he couldn't make it back the way she normally did to wait for us outside the fence. എന്താണ്, അവളെ ആരോ തട്ടിക്കൊണ്ട് പോവുകയാണെന്നുള്ളൊരു ധാരണ കാരണം എന്താണ്, ആ ഒരു ഫാമിലിയിൽ ആൾക്കാർ എന്താണ് ഫൂഫിനെ അവിടെ പൂട്ടിയിട്ടു. അതുകൊണ്ട് തന്നെ അവൾക്ക് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ച് വരാൻ പറ്റിയില്ല. ആസ് യൂഷ്വൽ അവൾ വെയിറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് അവൾക്ക് തിരിച്ചു വരാൻ പറ്റിയില്ല. My mom's got home from work. I was in tears. I told her Fufi had been kidnapped. We went back to the house. My mom rang the bell and confronted the mom. അപ്പോൾ ട്രെവർ നോവയുടെ അമ്മ വർക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എന്താണ്, ഐ വാസ് ഇൻ ടീയേഴ്സ്. അവൻ ഭയങ്കര വിഷമത്തിലിരിക്കുകയായിരുന്നു. ഐ ടോൾ ഹെർ ഫൂഫി ഹാഡ് ബിൻ കിഡ്നാപ്ഡ്. അമ്മയുടെ അടുത്ത് പറഞ്ഞു ഫൂഫി ആര് കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു. അപ്പോൾ രണ്ടുപേരും കൂടി എന്താണ് ആ കിഡ്നാപ്പ് ചെയ്ത ആ കുട്ടിയുടെ വീട്ടിലേക്ക്, അവൾ എവിടെയാണുള്ളത് ആ വീട്ടിലേക്ക് പോയി അവർ രണ്ടാളുടെ അടുത്തും ഡയറക്റ്റ്ലി കൺഫ്രണ്ടഡ് എന്ന അമ്മ ഉദ്ദേശിക്കുന്നത് ആ കുട്ടിയുടെ അമ്മയുടെ അടുത്ത് നേരിട്ട് തന്നെ നമ്മുടെ ട്രെവർ നോവയുടെ അമ്മ ചോദിച്ചു, ലുക്ക് ദിസ് ഈസ് അവർ ഡോഗ്. ഇത് ഞങ്ങളുടെ നായ്ക്കുട്ടിയാണെന്ന് ആര് പറയാണ്, നമ്മൾ ട്രെവർ നോവയുടെ അമ്മ പറയണം. ദിസ് ലേഡി ലൈഡ് ടു മൈ മോംസ് ഫേസ്, ദിസ് ഈസ് നോട്ട് യുവർ ഡോഗ്, വി ബോട്ട് ദിസ് ഡോഗ്. എന്നാണ് ആ ഒരു ലേഡി എന്താണ് യാതൊരു ബുദ്ധിമുട്ടോ ഇല്ലാതെ എന്താണ് അമ്മയുടെ അടുത്ത് നിന്നാണ് പറയുകയാണ്, ഇത് ഞങ്ങളുടെ നായ്ക്കുട്ടിയാണ്, അല്ലാതെ നിങ്ങളുടെ നായ്ക്കുട്ടി അല്ലാതെ ഞങ്ങൾ വാങ്ങിച്ച നായ്ക്കുട്ടിയെന്ന് പറയുന്നത്. യു ഡിഡിൻറ്റ് ബൈ ദ ഡോഗ്, ഇറ്റ്സ് അവർ ഡോഗ്. അപ്പോൾ ട്രെവറിനോട് അമ്മ പറയാണ്, ഇത് നിങ്ങളുടെ നായ്ക്കുട്ടി എന്നല്ല, നിങ്ങൾ വാങ്ങിച്ചൊന്നുമല്ല, ഞങ്ങളുടെ നായ്ക്കുട്ടിയാണ്. ദ വെൻറ്റ് ബാക്ക് ആൻഡ് ഫോർത്ത്. ദിസ് വുമൺ വാസ് ഇൻ ബർജിങ്, so we went home to get evidence, pictures of us with the dog, certificates from the vet. I was crying the whole time and my mom was losing her patience with me. Stop crying, we will get the dog, calm down. അപ്പോൾ എന്താണ്, ഞങ്ങൾ ദേ വെൻറ്റ് ബാക്ക് ആൻഡ് ഫോർത്ത്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ദി വുമൺ വാസ് ഇൻ ബർജിങ് മീൻസ് ഒപ്പീനിയൻ, അവരുടെ ഒപ്പീനിയൻ ചേഞ്ച് ആവുന്നേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ട്രെവർ നോവയും അമ്മയും എന്താണ് അവരുമായിട്ടുള്ള പിക്ചേഴ്സ്, അതായത് നമ്മുടെ ഫൂഫിയുമായിട്ടുള്ള പിക്ചേഴ്സും ഫൂഫിയെ സർട്ടിഫിക്കറ്റ്സും അതുപോലെ തന്നെ ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എടുത്ത് എവിഡൻസ് അടക്കം പിന്നീട് ആർഗ്യൂ ചെയ്യാൻ വേണ്ടി അവർ തിരിച്ചു വരാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഓദർ ഭയങ്കര കരച്ചിലാണ്. കാരണം ഫൂഫിനെ കിട്ടണില്ല എന്നൊരു ഫൂഫി എൻ്റെ അടുത്തില്ല എന്നൊരു വിഷമത്തിലാണ് ആര്, ഓദർ. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് എന്നോടുള്ള ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് അമ്മ പറയുകയാണെന്ത്, സ്റ്റോപ്പ് ക്രൈം, വി വിൽ ഗെറ്റ് ദ ഡോഗ്. നീ കരയാതിരിക്കും, നമുക്ക് എന്തായാലും ഫുഫിനെ തിരിച്ചു കിട്ടും. കാരണം ബിക്കോസ് ദേ ഹാവ് ദ എവിഡൻസ്, അല്ലേ, അവരുടെ കയ്യിൽ എവിഡൻസ് ഉണ്ട്. അതുകൊണ്ട് ഇറ്റ് വാസ് ഷുവർ ദാറ്റ് ദേ വിൽ ഗെറ്റ് ദെയർ ഡോഗ് ബാക്ക്. അവർക്ക് എന്തായാലും അവരുടെ നായ്ക്കുട്ടി തിരിച്ചു കിട്ടുന്നു. We gathered up our documentation and went back to the house. This time we brought Panther with us as part of proof. എന്നാണ് ഈ ഒരു സമയത്ത് നിന്നാണ് അവർ പാന്തറിനെയും കൂടി കൊണ്ടുവരികയാണ്. ഡോക്യുമെൻറ്റേഷൻ പ്രൂഫിൻ്റെ ഒപ്പം തന്നെ പാന്തറിനും കൊണ്ടുവരികയാണ്. കാരണം മേ ബി ഫൂഫി ഈ പാന്തറിനെ കാണുമ്പോൾ റെസ്പോണ്ട് ചെയ്താലോ എന്ന് വിചാരിച്ച് അവർ രണ്ടുപേരും ഫൂഫീൻ്റെ ഒപ്പം ഫൂഫിയുടെ അടുത്തേക്ക് എന്താണ് പാന്തറിനെയും കൊണ്ടുവരണം. My mom showed this lady the pictures and the information from the vet. She still wouldn't give us Fufi. എന്താ ഉണ്ടായ, അമ്മ ഫൂഫിയുടെ ഡോക്യുമെൻറ്റ്സും എല്ലാതും കാണിച്ചു കൊടുത്തിട്ടും ആ ഒരു ലേഡി നമ്മുടെ ഫൂഫിനെ തിരിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നില്ല. Finally, my mom said, okay, I will give you 100 rand. Fine, the lady said. ലാസ്റ്റ് അമ്മ എന്താണ് പൈസ ഓഫർ ചെയ്യണം. അപ്പോൾ ലാസ്റ്റ് എന്താണ് ആ ഒരു ലേഡി സമ്മതിച്ച് ഫൂഫിനെ തിരിച്ചു തരാമെന്ന് പറയാണ്. My mom gave her some money and she brought Fufi out. This other kid who thought Fufi was sporty had to watch his mother sell the dog he thought was his. എന്താണ് അമ്മ ഫൂഫിക്ക് ആ ഒരു ലേഡിക്ക് പൈസ കൊടുത്ത് ഫൂഫിനെ തിരിച്ചു വാങ്ങിച്ചു. ഈ സമയത്ത് ആ കുട്ടി എന്താ വിചാരിക്കുന്നത്, എൻ്റെ സ്പോട്ടിയെ അവൻ്റെ അമ്മ എന്താണ് കാശിന് വേറെ ആൾക്ക് കൊടുത്തു എന്ന് വിചാരിച്ചിരിക്കുകയാണ്. നോ ഹീ സ്റ്റാർട്ടഡ് ക്രൈം. ഈ സമയത്ത് എന്താണ് ആ സ്പോട്ടീനെ കൊടുത്തു എന്ന് കണ്ടപ്പോൾ എന്താണ് ആ കുട്ടി കരയാൻ തുടങ്ങി. സ്പോട്ടി, നോ മോം, ഡോണ്ട് സെൽ സ്പോട്ടി വിൽക്കല്ലേ. ആ സമയത്ത് നമ്മുടെ ഓദർ എന്താണ്, ഐ ഡിഡൻറ്റ് ഐ ജസ്റ്റ് വാണ്ടഡ് ഫൂഫി ബാക്ക്. അപ്പോൾ ഓദറിന് ആ കുട്ടി കരയാണോ ആ കുട്ടി വിഷമിക്കുകയാണോ അതൊന്നും കാണാൻ സമയമില്ല, എനിക്ക് എന്താണ് എൻ്റെ ഫൂഫിയെ തിരിച്ച് വേണം. ആ ഒരു കാര്യം മാത്രം ആരെ സംബന്ധിച്ചുള്ളൂ, നമ്മുടെ ട്രെവർ നോവയ്ക്ക് സംബന്ധിച്ചുള്ളൂ.
Once Fufi saw Panther, she came right away. The dogs left with us and we walked എന്നാണ്. ഫൂഫി പാന്തറിനെ കണ്ടപ്പോൾ രണ്ടുപേരും നടന്നുപോയി. പക്ഷേ ദ ഡോഗ് ലെഫ്റ്റ് വിത്ത് us വി വാക്ക്ഡ് എന്നാണ്. അവർ രണ്ടുപേരും ഞങ്ങൾ നടന്ന് മുന്നോട്ട് പോയി. ഞങ്ങൾ പതുക്കെ നടന്നു വരാൻ. I sobbed the whole way home, still heartbroken. My mom had no time for whining. എന്താണ്, ഞാനിപ്പോൾ ആ ഒരു സമയം എല്ലാം കഴിഞ്ഞ് ഫൂഫിയെ തിരിച്ച് കിട്ടിയിട്ട് നമ്മുടെ ഓദർ സ്റ്റിൽ ഹീ സോ സാഡ്. അവനിപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പോണ വഴി ഫുള്ള് എന്താണ്, അവൻ്റെ മനസ്സ് ഫുള്ള് സാഡ്നെസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വൈ ആർ യു ക്രൈയിങ് ബിക്കോസ് ഫൂഫി ലവ്സ് അനദർ ബോയ്. അപ്പോൾ എന്തുകൊണ്ടാണ് കരയണേന്ന് അമ്മ ചോദിക്കുകയാണ് ലാസ്റ്റ്. അപ്പോൾ അവൻ പറയുകയാണ് ഫൂഫിക്ക് വേറൊരു കുട്ടിയാണ് ഇപ്പോൾ ഇഷ്ടം. സോ വൈ വുഡ് ദാറ്റ് ഹേർട്ട് യു? ഇറ്റ് ഡിഡൻറ്റ് കോസ്റ്റ് യു എനിത്തിങ്. Fufi is here. She still loves you. She is still your dog. So get over it എന്നാണ്. അതുകൊണ്ട് എന്തപ്പോൾ ഫൂഫി അത് നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ? അത് നിനക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഫൂഫി ഇപ്പോൾ നമ്മുടെ ഒപ്പമില്ലേ? ഷീ സ്റ്റിൽ ലവ്സ് യു. അത് നിന്നെ ഇപ്പോഴും അവൾ സ്നേഹിക്കുന്നുണ്ട്. ഇപ്പോഴും നിൻ്റെ നായ്ക്കുട്ടിയാണ് ആര്? ഫൂഫി എന്ന് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറന്നേക്കും എന്ന് പറയുന്നത് ആര് പറയണം? അമ്മ പറയാണ്. Fufi was my first heartbreak. No one has ever betrayed me more than Fufi. It was a valuable lesson to me. എന്താണ്, ഫൂഫി ആയിരുന്നു എൻ്റെ ലൈഫിനെ ഏറ്റവും വലിയൊരു ഹാർട്ട് ബ്രേക്ക്. എൻ്റെ ലൈഫിൽ ഏറ്റവും അധികം വിഷമം തന്നിരുന്ന ഒരു പേഴ്സൺ, അല്ലെങ്കിൽ വിഷമം തന്നൊരു മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്തൊരു പേഴ്സൺ ആരായിരുന്നു? ഫൂഫി ആയിരുന്നു. ആരും എന്നെ ജീവിതത്തിൽ ഇവളെ അത്രയ്ക്കും ചതിച്ച പോലെ വേറെ ആരും എന്നെ ചതിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്നുണ്ടായ ഒരു എക്സ്പീരിയൻസും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരു വാല്യുബിൾ ലെസൺ ഉണ്ടാക്കി തന്നു. The hard thing was understand that Fufi wasn't cheating on me with another boy. She was merely living her life to the fullest. എന്താണ്, സത്യത്തിൽ പിന്നെയാണ് അവൾ എന്താണ് അങ്ങനെ ചെയ്യാനുള്ള കാരണമെന്ന് പിന്നെയാണ് മനസ്സിലാക്കിയത്. ഫൂഫി ഒരിക്കലും എന്നെ ചീറ്റ് ചെയ്യലായിരുന്നു. അവൾ എന്താണ്, അവളുടെ ലൈഫ് അവൾ എൻജോയ് ചെയ്ത് ജീവിക്കായിരുന്നു. ആസ് എൻ ആനിമൽ ആയാലും ഒരു മനുഷ്യനായാലും അവർക്കൊരു ഫ്രീഡം ഉണ്ട്. അപ്പോൾ എന്താണ്, അവളും അവളുടെ ലൈഫ് എൻജോയ് ചെയ്യാനും. Until I knew that she was going out on her own during the day, her other relationship hadn't affected me at all. Fufi had malicious intent. എന്നാണ് ഫൂഫിക്ക് until I knew that she was going out, ആ ഒരു മൊമെൻറ്റ് വരെ അവൾ അവിടേക്ക് പുറത്തേക്ക് പോകണമെന്ന് തിരിച്ചറിഞ്ഞേക്കാൾ മുന്നേ വരെ എന്താണ്, ഫൂഫിയും ഞാനും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പായിരുന്നു. ഫൂഫി മറ്റൊരു വീട്ടിൽ പോയി അവിടെ കളിക്കുന്നതോ ചിരിക്കണതോ ഒന്നും എന്നെ എഫക്റ്റ് ചെയ്തിരുന്നില്ല. ഫൂഫിക്ക് ഞാനുമായി യാതൊരു മോശമായിട്ടുള്ള ഉദ്ദേശമുണ്ടായിരുന്നില്ല. That experience shaped what I have felt about relationship for the rest of my life. അന്ന് എൻ്റെ ലൈഫിലുണ്ടായിരുന്ന എക്സ്പീരിയൻസ്, ഫൂഫിയുമായുണ്ടായ എക്സ്പീരിയൻസ് എൻ്റെ ജീവിതത്തിലെ മറ്റൊരു റിലേഷൻഷിപ്പ് ചൂസ് ചെയ്യുമ്പോൾ, മറ്റൊരു റിലേഷൻഷിപ്പ് ഏർപ്പെടുമ്പോഴെന്താണ് ഈ ഒരു എക്സ്പീരിയൻസ് എന്നെ നല്ലോണം ഷേപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. യു ഡു നോട്ട് ഓൺ ദ തിങ് യു ലവ്. നമ്മുടെ ലൈഫിൽ നമ്മൾ സ്നേഹിക്കുന്ന ഒന്നും നമുക്ക് എപ്പോഴും നമ്മുടെ ലൈഫിലുണ്ടാവും, നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഐ വാസ് ലക്കി ടു ലേൺ ദാറ്റ് ലെസൺ അറ്റ് സച്ച് യങ് ഏജ്. അപ്പോൾ എന്താണ്, ട്രെവർ നോവയെ സംബന്ധിച്ചും ആ ഒരു ചെറിയ ലെസൺ എന്ന് പറയുന്നത് അത്രയും വലിയൊരു വാല്യുബിൾ ആയിട്ടുള്ള ലെസൺ എന്താണ്, എൻ്റെ ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കിയാൻ പറ്റിയില്ല എന്നാണ്. ഹി വാസ് സോ ലക്കി. I have so many friends who still as adults wrestle with the feelings of betrayal. അപ്പോൾ എന്താണ്, ട്രെവർ നോവയ്ക്ക് ഇപ്പോഴും അഡൾട്ട്സ്, അതായത് വലിയ ആൾക്കാരായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അവരിപ്പോഴും എന്താണ്, ദേ ആർ സ്ട്രഗിളിങ് വിത്ത് ഫീലിങ്സ് ഓഫ് ബിട്രയൽ. എന്താണ്, അവർ ചതി എന്ന ഫീലിങ്സോടുകൂടി മറ്റുള്ള ചതിച്ചു എന്ന അറിയിലോട് അതിൽ റസൽ മീൻസ് ഉദ്ദേശിക്കുന്ന സ്ട്രഗിൾ ചെയ്യുന്ന കുറേയധികം ഫ്രണ്ട്സ് ഉണ്ട്. They will come to me angry and crying and talking about how they have cheated on and lied to, and I feel for them. എന്താണ്, അവരെൻ്റെ അടുത്ത് വന്ന് അവർ ദേഷ്യത്തോടെ പറയും, എന്താണ്, ദേഷ്യത്തോടെയും കരഞ്ഞുകൊണ്ട് പറയും ഇവരെങ്ങനെയാണ് ചതിക്കപ്പെട്ടതെന്നും അവരുടെ അടുത്ത് എങ്ങനെയാണ് നുണ പറഞ്ഞുള്ളതെന്നൊക്കെ എന്താണ് നമ്മുടെ ഓദറിൻ്റെ അടുത്ത് വന്ന് ഷെയർ ചെയ്യും. I understand what they are going through. I sit with them and buy them a drink and I say, ഫ്രണ്ട്സ് ലെറ്റ് മീ ടെൽ യു ദ സ്റ്റോറി ഓഫ് ഫൂഫി. എന്താണ്, ഞാൻ അവരുടെ ഫീലിങ്സ് എന്താണെന്ന് ശരിക്കും കണക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ അടുത്ത് വന്നിരുന്ന് അവർക്കൊരു ഡ്രിങ്ക് ഒക്കെ ഓഫർ ചെയ്ത് അവരൊരു കഥ പറയാമെന്ന് പറഞ്ഞു. അത് ആരുടെ കഥയാണ്, നമ്മുടെ ഫൂഫിയുടെ കഥ പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു സ്റ്റോറി തുടങ്ങുകയാണ് ചെയ്യാറ്. അപ്പോൾ ഫൂഫി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഡിവിജ്വാലിറ്റി. ഒരു പേഴ്സൺ എന്താണ്, അവരുടെ ലൈഫിലൊരു ഫ്രീഡമോ ഒരു ഇൻഡിപെൻഡൻസോ ഉണ്ട്. നമ്മുടെ ലൈഫിലൊന്നും എന്താണ് നത്തിങ് ഈസ് പെർമനൻറ്റ്. അതിങ്ങനെ ഫ്ലക്ച്വേറ്റ് അത് പേഴ്സൺ ആയാലും അതെന്തായാലും നമുക്ക് ലൈഫിൽ ഒരാളെ എപ്പോഴും നമ്മൾ ഉണ്ടാവും നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ആളൊരു മൊമെൻറ്റ് എത്തുമ്പോൾ ആളെ ലൈഫ് നോക്കിയപ്പോൾ അതൊരിക്കലും ചതിയാണെന്ന് നമുക്കൊരിക്കലും തിരിച്ചറിയാം. ചതിയല്ല, ആളൊരു മൊമെൻറ്റ് എത്തുമ്പോൾ ആളുടെ ലൈഫ് സെറ്റിലാവാൻ ആൾ പോകും. അപ്പോൾ ഇത്രയുള്ള ഫൂഫി എന്ന് പറയുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.